യേശു കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ, നിങ്ങൾ എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ അടുക്കൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ അത് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ ആ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അങ്ങനൊരു സ്ഥലമുണ്ട്, അങ്ങനൊരു ഇടമുണ്ട്. അത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും മാനുഷിക നിർമ്മിതമല്ലാത്തതുമായ ഒരു നിത്യ കൂടാരമാണ്. അപ്പം ദൈവം ശില്പിയായി നിർമ്മിച്ച, ദൈവത്താൽ ഒരുക്കപ്പെട്ട ആ ദൈവിക ഭവനത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ കഴിയണമെങ്കിൽ യേശു കർത്താവുമായിട്ടുള്ളൊരു വ്യക്തിപരമായ ബന്ധം നിങ്ങൾക്കുണ്ടാകണം. യേശുവിനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടാകണം. അവൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങൾ അനുസരിക്കുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകളെ നിങ്ങൾ അനുസരിക്കുന്നവരായിരിക്കണം. ദൈവ വഴിയിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ നിങ്ങളെ സമർപ്പിക്കുന്ന ഒരനുഭവം നിങ്ങൾക്കുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ സ്വർഗീയ ശില്പിയെ നിങ്ങൾക്കും നേരിൽ കാണാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിനപ്പുറമായി അല്ലലില്ലാത്ത നാട്ടിൽ, ആ കണ്ണുനീരില്ലാത്ത, കോവിഡില്ലാത്ത, ക്യാൻസർ ഇല്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത, യാതൊരു ദുഃഖവും ഉറവിളിയോ ഇല്ലാത്ത ആ നിത്യഭവനത്തിൽ നിങ്ങൾക്കും എത്താൻ കഴിയും. ദൂതന്മാരോട് ചേർന്ന് ഈ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ കഴിയും. മൺമയമാകുന്ന ഈ ശരീരം ഈ ഭൂമിയിൽ നാം ഉപേക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ മൺമയമായ ഈ ശരീരം മണ്ണിനോട് ഒരിക്കൽ എപ്പോഴെങ്കിലും ചേർന്ന് കഴിയുമ്പോഴും നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ, ആ വിണ്ണിൽ സർവശക്തനാകുന്ന ദൈവത്തോടൊപ്പം ആനന്ദിക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ഇടയായിത്തീരും. കൈവിടപ്പെട്ടു പോകരുത്, നഷ്ടപ്പെട്ടു പോകരുത്. സ്വർഗീയ ശില്പിയെ നിങ്ങൾക്കും നേരിൽ കാണുവാൻ കഴിയണമെങ്കിൽ, അല്ലലില്ലാ നാട്ടിൽ നിങ്ങൾക്കും എത്തുവാൻ കഴിയണമെങ്കിൽ, സ്വർഗത്തിലെ ആ ശില്പി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. സകലതും അവനായും അവനാലും നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്, യേശു ക്രിസ്തുവിനാൽ. അതുകൊണ്ട് ആ കർത്താവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക.